പെരുമ്പാവൂർ MLA മനോജ് മൂത്തേന്റെ MLA ഓഫീസിന്റെ ഉദ്ഘാടനം ചാലക്കുടി MP ബെന്നി ബെഹനാൻ നിർവഹിച്ചു. നിയോജക മണ്ഡലം തല പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിനും ജനക്ഷേമകരമായ പദ്ധതികൾ നടപ്പാക്കുന്നതിനുമായി ആരംഭിച്ചിട്ടുള്ള ഓഫീസിന്റെ പ്രവർത്തനം പെരുമ്പാവൂർ പൂപ്പാനി റോഡിൽ സിവിൽ സപ്ലൈ ഗോഡൌണിന് സമീപത്താണ്. MP ബെന്നി ബെഹനാൻ MLA ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. മനോജിന്റെ വിജയവും നല്ല തിളക്കമാർന്ന വിജയമാണ്. ഇതൊരു ഓഫീസിന്റെ ഉദ്ഘാടനമാണ്, MLA ഓഫീസിന്റെ ഉദ്ഘാടനമാണ്, രാഷ്ട്രീയ പാർട്ടിയുടെ ഉദ്ഘാടനമാണ്. അതുകൊണ്ട് ഞാൻ ഒരു രാഷ്ട്രീയം ഇവിടെ പറയാനായിരുന്നു. ഞാൻ മനോജിനെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനായിരുന്നു. നല്ല സദസ്സ്, പ്രതീക്ഷിച്ചതിനേക്കാൾ ആൾ കൂടിയിട്ടുണ്ട്. ഇതെല്ലാം ഉത്തരവാദിത്വവും ജാഗ്രതയും വർദ്ധിപ്പിക്കേണ്ട കാര്യമാണ് എന്ന് ഞാൻ ബഹുമാനപ്പെട്ടു. ആളുകൾക്കൊട്ടേറെ പ്രതീക്ഷിച്ചു, സ്വാഭാവികമായി. ഈ ഓഫീസിന്റെ പ്രവർത്തന ശൈലിയെക്കുറിച്ച് മനോജ് പറഞ്ഞത് ഒരു ജനസേവന ഓഫീസായി മാറണമെന്നതാണ്. ഞാൻ പൂർണ്ണമായും അംഗീകരിക്കുന്നു. അതാണ് MLA ഓഫീസ്, ജനപ്രതിനിധിയുടെ ഓഫീസ്. വരുന്ന മുഴുവൻ ആളുകളുടെയും കാര്യങ്ങൾ പരിഹരിക്കപ്പെടാൻ കഴിയുമെന്ന പ്രതീക്ഷ മനോജിന് വേണ്ട, ഇവിടെ ഇരിക്കുന്നവർക്ക് വേണ്ട. പക്ഷെ വരുന്ന ആളുകളോട് അവരെ കേൾക്കാനും ക്ഷമിക്കാനും മാന്യമായി പെരുമാറാനും കഴിയണം എന്നതാണ് ഒരു ഓഫീസിന്റെ വിജയം. അതാണ് ഓഫീസിന്റെ പ്രവർത്തനം. അപ്പൊ നമുക്കറിയാം, മനോജിനെ ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളെറിയാം, പേരെടുത്ത് പറയാനുള്ള പരിചയം. പെരുമ്പാവൂർ സമ്പന്നമാണ്. പ്രവർത്തകന്മാരുടെ മാത്രമല്ല, നേതാക്കന്മാരുടെ സാന്നിധ്യമുണ്ട്. ഞാൻ ഇവിടെ നിന്നപ്പോൾ എൻ്റെ മനസ്സിൽ ഓർത്ത ഒട്ടേറെ ആളുകളുണ്ട്. 2-3 പേരുടെ ഓർമ്മകൾ എൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. തങ്കച്ചൻ ചേട്ടൻ്റെ, മുസ്തഫയുടെ, ഈ ഓഫീസിൻ്റെ അയൽവക്കത്ത് താമസിക്കുന്ന ബാബു ജോണിൻ്റെ, ഇവരുടെയൊക്കെ പേരുകൾ എൻ്റെ മനസ്സിലൂടെ ഓർമ്മകളിലൂടെ കടന്നു. നമ്മുടെ അബ്ദുൽ ഖാദർ, ഇവരൊക്കെ ഇവിടെ ഉണ്ടാകേണ്ടവരായിരുന്നു. അവരൊക്കെ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവരുടെയൊക്കെ സാന്നിധ്യവും നേതൃത്വവും ഒക്കെ ഇവിടെ ഉണ്ടാകേണ്ടതായിരുന്നു. TP ഹസൻ, അതെ, TP ഹസൻ, CK ശശി, ദാനി മാസ്റ്റർ, അങ്ങനെ ഒത്തിരി ആൾ ഞാൻ എല്ലാവരുടെയും പേര് പ്രതിപാദിക്കാൻ ആഗ്രഹിക്കുന്നു. അവരെല്ലാം നമ്മളിലില്ലെങ്കിലും നമുക്കും ഇപ്പോൾ വളരെ സമ്പുഷ്ടമായ നേതൃത്വം. അത് കോൺഗ്രസിൽ മാത്രമല്ല, കോൺഗ്രസിന്റെ ഘടകകക്ഷികൾക്കുണ്ട്, പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാന നേതാക്കന്മാർക്കുണ്ട്, എല്ലാവർക്കും ഉണ്ട്. അപ്പൊ കോൺഗ്രസിന്റെ നമ്മളുടെ മുൻ MLA ശ്രീ കുന്നപ്പള്ളിയുണ്ട്. അങ്ങനെ വലിയൊരു സമ്പുഷ്ടമായ ഒരു നേതൃത്വം, പൊളിറ്റിക്കലായിട്ടുള്ള വലിയ പാരമ്പര്യമുള്ള പൈതൃകമുള്ള ഒരു പ്രദേശമാണ് പെരുമ്പാവൂർ. മുനിസിപ്പൽ ചെയർപേഴ്സൺ KN സംഗീത അധ്യക്ഷത വഹിച്ചു. നമ്മുടെ പെരുമ്പാവൂർ ചരിത്രത്തിൻ്റെ നിമിഷങ്ങൾ ഒന്നാണ്, താളുകൾ എഴുതപ്പെടുന്ന നിമിഷങ്ങൾ ഒന്ന് തന്നെയാണിത്. കാരണം നമ്മുടെ പെരുമ്പാവൂരിൻ്റെ ചരിത്രത്തിൽ തന്നെ ചരിത്ര വിജയം കരസ്ഥമാക്കിയ ശ്രീ മനോജ് മൂത്തേട്ടൻ്റെ MLA ഓഫീസിൻ്റെ ഇനോഗ്രേഷൻ പരിപാടിയിൽ പങ്കെടുച്ചേർന്ന എല്ലാവർക്കും ഒരു സ്നേഹം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം തന്നെ ഇതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എൻ്റെ വാർഡിലാണിത്. MLA മനോജ് മൂത്തേടൻ സ്വാഗതം പറഞ്ഞു. മുൻ MLA അഡ്വക്കേറ്റ് എൽദോസ് കുന്നപ്പള്ളി മുഖ്യപ്രഭാഷണം നടത്തി. ഞാൻ പറഞ്ഞു, മനോജ്, തിങ്കളാഴ്ചയാകുമ്പോൾ ഈ സ്കൂളൊക്കെ തുറന്നതാണ്, കുട്ടികളൊക്കെ സ്കൂളിൽ പോകും. നിന്റെ ഭാര്യയ്ക്കും മക്കൾക്കും അതിൽ പങ്കെടുക്കുന്ന രീതിയിലേക്ക് ഞായറാഴ്ച വെക്കണം, അതായിരിക്കും നല്ലത് എന്ന് ഞാൻ പറയുകയുണ്ടായി. ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഒരുപാട് നല്ല നിമിഷങ്ങളും നല്ലതല്ലാത്ത നിമിഷങ്ങളും കടന്നു പോവുക സ്വാഭാവികമാണ്. മനോജിനെ സംബന്ധിച്ചിടത്തോളം മനോജിൻ്റെ പ്രവർത്തനങ്ങൾ എപ്പോഴും വ്യത്യസ്തയാർന്നതും മികവാർന്നതുമാണ്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി പ്രവർത്തിച്ച 2 വർഷക്കാലം ഏറ്റവും നല്ല രീതിയിൽ ജില്ലാ പഞ്ചായത്തിനെ കൊണ്ടുപോകുവാനും വികസനങ്ങൾ എത്തിക്കുവാനും അത് ജനങ്ങളുടെ മധ്യത്തിൽ കൊണ്ടുവരാനും മനോജിന് കഴിഞ്ഞിട്ടുണ്ട്. MLA എന്ന രീതിയിൽ ഇനി പ്രവർത്തിക്കുമ്പോൾ ഇതൊരു രാഷ്ട്രീയ മീറ്റിംഗ് അല്ലെങ്കിലും നമുക്ക് നമ്മളെ MLA ആക്കിയ പാർട്ടിയോടുള്ള കൂറും ഉത്തരവാദിത്വവും കുറയരുത്. അതോടൊപ്പം തന്നെ മറ്റു പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാരോട് നന്നായി പെരുമാറാനും അവരെ സ്നേഹിക്കാനും
അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുവാനുമുള്ള ഉത്തരവാദിത്വം കൂടിയുണ്ട്. ഒരു ജനകീയ ഓഫീസ് പ്രവർത്തിപ്പിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള ദുഷ്കരമായ ഒരു കാര്യമാണ്. സ്വാഭാവികമായി ഇവിടെ ഒരു ഓഫീസ് തുറക്കാൻ പറ്റി എന്നുള്ളത് നല്ല കാര്യമാണ്. കാരണം മനോജ് പറഞ്ഞതുപോലെ എല്ലാവർക്കും വരാൻ എളുപ്പത്തിനുള്ള ഒരു സ്ഥലം കൂടിയാണ് ഇത്. ബഹുമാനപ്പെട്ട MP ശ്രീ ബെന്നി ബെഹനാൻ അദ്ദേഹം കൃത്യമായി കാര്യങ്ങൾ പറയുകയുണ്ടായി. ഏറ്റവും കൂടുതൽ ആളുകൾക്ക് നന്മ ചെയ്യുവാനും നന്നായി പെരുമാറാനും അവരുടെ കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്യാനും അവരുടെ കാര്യങ്ങൾ കേൾക്കാനും ഒക്കെയുള്ള നിലയിലേക്ക് നല്ല മികച്ച ഓഫീസായി ഈ ഓഫീസ് മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. മുൻ മുനിസിപ്പൽ ചെയർമാൻമാരായ TM സക്കീർ ഹുസൈൻ, ബിജു ജോൺ ജേക്കബ്, പോൾ പാത്തിക്കൽ, ജെയ്സൺ ജോസഫ്, UDF കൺവീനർ K മുഹമ്മദ് കുഞ്ഞ്, കേരള കോൺഗ്രസ് നേതാവ് ബാബു ജോസഫ്, UDF ചെയർമാൻ S ഷറഫ്, O ദേവസി, PA മുക്താർ, പഞ്ചായത്ത് പ്രസിഡന്റുമാർ, വൈസ് പ്രസിഡന്റുമാർ, ജനപ്രതിനിധികൾ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. എല്ലാ ദിവസവും രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയായിരിക്കും ഓഫീസിന്റെ പ്രവർത്തനം. പൊതുജന സേവനത്തിന് ഉപകരിക്കുന്ന വിവിധ പദ്ധതി നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിനും വിവിധങ്ങളായ ചികിത്സാ സഹായങ്ങൾ ഉൾപ്പെടെയുള്ള അപേക്ഷകൾ സമർപ്പിക്കുന്നതിനും ഓഫീസിൽ സൗകര്യമുണ്ടായിരിക്കുന്നതാണെന്ന് MLA അറിയിച്ചു. വളരെയേറെ സന്തോഷത്തോടു കൂടിയാണ് ഈ ചടങ്ങിൽ നമ്മളെല്ലാവരും നിൽക്കുന്നത്. പെരുമ്പാവൂരിന്റെ MLA ആയി ചുമതലയേറ്റ് 1 മാസം ആകുന്നേയുള്ളൂ. 21-ാം തീയതിയാണ് സത്യപ്രതിജ്ഞ നമ്മൾ ചുമതലയേറ്റത്. ഇപ്പോൾ ഒരു 3 ആഴ്ച ആയിട്ടുള്ളൂ. പെരുമ്പാവൂരിൽ നമുക്ക് ഒരുപാട് വികസന സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള ദൗത്യം ഏറ്റെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ ആ പ്രവർത്തനങ്ങളെല്ലാം ഏകോപിപ്പിക്കാനുള്ള ഒരു കേന്ദ്രം എന്നുള്ള നിലയിൽ നമ്മുടെ MLA ഓഫീസ്, ഒരു ജനകീയ കേന്ദ്രം എന്നുള്ള നിലയിൽ നമ്മുടെ MLA ഓഫീസ് ഇന്ന് ഇവിടെ ആരംഭം കുറിക്കുകയാണ്. നമുക്കറിയാം, പെരുമ്പാവൂരിൽ വലിയ ചരിത്ര വിജയമാണ് രാഷ്ട്രീയത്തിന് അതീതമായ എല്ലാവരുടെയും പിന്തുണയോടുകൂടി നമുക്ക് സാധ്യമായത്. പെരുമ്പാവൂരിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ എളിയവനായിട്ടുള്ള എനിക്ക് വിജയിക്കാൻ കഴിഞ്ഞപ്പോൾ ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളുടെയും പരിപൂർണമായിട്ടുള്ള പിന്തുണ കൊണ്ടാണ് അത് സാധ്യമായത്. എല്ലാവരുടെയും വലിയ പ്രതീക്ഷകളാണ് എന്നിലുള്ളത് എനിക്കറിയാം. പെരുമ്പാവൂരിന് ഒരുപാട് വികസന സാധ്യതയുള്ള പെരുമ്പാവൂരാണ്. ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നമുക്ക് പൂർത്തീകരിക്കാനുണ്ട്. പ്രിയപ്പെട്ട എൽദോസ് കുന്നപ്പള്ളി തുടങ്ങി വെച്ചതുമായിട്ടുള്ള ഒരുപാട് വികസന പദ്ധതികൾ, ഇനിയും ഒരുപാട് വികസന പദ്ധതികൾ നമുക്ക് പൂർത്തീകരിക്കാൻ തുടങ്ങാനും ഒക്കെയുണ്ട്. അത്തരത്തിലുള്ള വികസന പദ്ധതികളെല്ലാം സാക്ഷാത്കരിക്കാൻ കഴിയുന്ന നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ MLA ഓഫീസുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചുമതല. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ വരുന്ന നമുക്കറിയാം, ഈ പെരുമ്പാവൂർ നിയോജകമണ്ഡലത്തിലുള്ള ഒരുപാട് പേർക്ക് നിരവധിയായിട്ടുള്ള ആവശ്യങ്ങൾ ഉണ്ടാകും. ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങളും നിവർത്തിക്കാൻ കഴിയുന്ന ഒരു ഓഫീസ് കൂടിയായി, ഒരു ജനസേവന കേന്ദ്രമായി ഈ ഓഫീസിനെ മാറ്റിയെടുക്കാൻ വേണ്ടി കൂടിയാണ് നമ്മൾ അതിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.